സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ നൂറുകണക്കിന് പേജറുകൾ രാജ്യത്തുടനീളം ഒരേ സമയം പൊട്ടിത്തെറിച്ച വാർത്ത ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചു. ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്തത് പ്രാവർത്തികമാക്കുന്ന മൊസാദ് മാജിക്. എത്ര ശക്തരാണ് ഹമാസ് എന്ന് അവകാശപ്പെട്ടാലും മൊസാദ് വിചാരിച്ചാൽ നിഷ്പ്രയാസം ഹമാസിനെ ചാരമാക്കാവുന്നതേ ഉള്ളൂ എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണിത്. സ്ഫോടനങ്ങളിൽ 9 പേരെങ്കിലും കൊല്ലപ്പെട്ടു, 2750 പേർക്ക് പരിക്കേറ്റു. ഇങ്ങനെയാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല എങ്കിലും ഇതിന് പിറകിൽ ഇസ്രായേലും അവരുടെ ചാരസംഘടനയായ മൊസാദുമാണ് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. പേജർ സ്ഫോടനങ്ങളുടെ കൃത്യമായ കാരണം അന്വേഷണ വിധേയമായി തുടരുകയാണ്. ബാറ്ററി ഓവർ ഹീറ്റിംഗിന് കാരണമായ ഒരു ഡിജിറ്റൽ ഹാക്കിങ്ങിന്റെ സാധ്യതയാണ് ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ കൂടുതൽ സങ്കീർണമായ ഒരു പദ്ധതിയും പിന്നിലുണ്ടായേക്കാം എന്ന് വിദഗ്ധർ സംശയിക്കുന്നു. വിതരണ ശൃംഖലയിൽ തന്നെ നടത്തിയ ഇടപെടലാണ് സ്ഫോടനങ്ങൾക്ക് കാരണമെന്ന് നിരവധി സുരക്ഷാ വിദഗ്ധർ കരുതുന്നുണ്ട്. ചെറിയ സ്ഫോടക വസ്തുക്കൾ അവയുടെ നിർമ്മാണത്തിലോ വിതരണത്തിലോ പേജറുകളിൽ ഉൾപ്പെടുത്തിയിരിക്കാം. തുടർന്ന് റേഡിയോ സിഗ്നൽ ഉപയോഗിച്ച് വിദൂരമായി ഒരേ സമയം അവ ഓപ്പറേറ്റ് ചെയ്തതായിരിക്കാം എന്നാണ് നിഗമനം. പ്രാദേശിക സമയം ഉച്ചകഴിഞ്ഞ് 3:30-ഓടെയാണ് സ്ഫോടനങ്ങൾ ആരംഭിച്ചത് എന്നും സംഘടനയ്ക്കുള്ളിലെ വിവിധ യൂണിറ്റുകളെയും സ്ഥാപനങ്ങളെയും ബാധിച്ചതായും ഹിസ്ബുള്ള അധികൃതർ പറയുന്നു. വ്യാപകമായ പരിഭ്രാന്തിയും നാശവും സൃഷ്ടിച്ച ഈ സ്ഫോടനങ്ങൾ 1 മണിക്കൂറിലേറെയാണ് നീണ്ടുനിന്നത്. സുരക്ഷാ ഭീഷണി താരതമ്യേന കുറവാണ് എന്നതാണ് ഹിസ്ബുള്ള സംഘം പേജറുകൾ ഉപയോഗിക്കാൻ കാരണം. ആധുനിക സ്മാർട്ട് ഫോണുകളിൽ നിന്നും വ്യത്യസ്തമായി പേജറുകൾ ഫിസിക്കൽ ഹാർഡ്വെയറിനെയും അടിസ്ഥാന സാങ്കേതിക വിദ്യയും ആശ്രയിക്കുന്നതിനാൽ അത് ട്രാക്ക് ചെയ്യാനും നിരീക്ഷിക്കാനും കൂടുതൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അപകടകരമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന ഹിസ്ബുള്ളയെ പോലുള്ള ഒരു ഗ്രൂപ്പിന് പേജറുകൾ വളരെ പ്രധാനമാണ്. ദൂരെ നിന്ന് ഒരു ഇലക്ട്രോണിക് പൾസ് അയച്ചതിനെ തുടർന്ന് ഉപകരണങ്ങൾ അമിതമായി ചൂടാകാനും പൊട്ടിത്തെറിക്കാനും ഇടയാക്കിയത് എന്നതാണ് മറ്റൊരു സാധ്യത. അതിൽ ഏത് തന്നെയായാലും അതിസങ്കീർണമായ ഒരു പദ്ധതി, അതിന്റെ നടത്തിപ്പ്, ഇതാണ് ലെബനോനിൽ കണ്ടത്. സങ്കല്പിക്കാൻ കഴിയാത്തത് പ്രാവർത്തികമാക്കുന്ന മൊസാദ് മാജിക് അത് തന്നെയാണ് വീണ്ടും കണ്ടത് എന്ന് തന്നെയാണ് വിലയിരുത്തലുകൾ. ഇറാന്റെ തലസ്ഥാനത്ത് അവരുടെ സ്വന്തം ശക്തി കേന്ദ്രത്തിൽ വെച്ച് ഹമാസ് നേതാവിനെ വധിച്ച ഇസ്രയേൽ ഇപ്പോൾ പേജർ സ്ഫോടനത്തിലൂടെ ഹിസ്ബുള്ളയെയും ഞെട്ടിച്ചിരിക്കുന്നു. ഇസ്രയേലിന്റെ ശത്രുക്കൾ അവർ എത്ര സുരക്ഷിതരാണ് എന്ന് സ്വയം വിചാരിച്ചാലും അങ്ങനെ അല്ല എന്ന കൃത്യമായ സന്ദേശമാണ് മൊസാദ് ഇതിലൂടെ നൽകിയിരിക്കുന്നത്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA കഴിഞ്ഞാൽ ലോകത്തെ 2ാമത്തെ വലിയ ചാര ഏജൻസിയാണ് മൊസാദ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ ചാരവൃത്തിയിലും ഓപ്പറേഷനുകളിലും CIA-യേക്കാൾ മുകളിൽ നിൽക്കുന്ന ഏജൻസി. അമൻ, അതായത് സൈനിക ഇന്റലിജൻസ്, ഷിൻബെറ്റ് ആഭ്യന്തര സുരക്ഷ, ഇതിന് ഒപ്പം നിൽക്കുന്ന ഇസ്രയേലിലെ 3 പ്രധാന രഹസ്യാന്വേഷണ സംഘടനകളിൽ ഒന്നാമതാണ് മൊസാദ്. മൊസാദ് എന്ന ഹീബ്രു വാക്കിന് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അർത്ഥം. രഹസ്യാന്വേഷണം, രഹസ്യ പ്രവർത്തനം, തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ മൊസാദിന്റെ ഉത്തരവാദിത്തമാണ്. 1949 ഡിസംബറിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോർഡിനേഷൻ എന്ന പേരിൽ ഔപചാരികമായി സ്ഥാപിതമായ മൊസാദ് ബ്രിട്ടീഷ് അധികാരകാലത്ത് പലസ്തീനിലെ ജൂത സൈനിക സേനയായ ഹഗാനയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പിൻഗാമിയായിരുന്നു. 1951 ഇതിനെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കി. രാജ്യരൂപീകരണ കാലഘട്ടത്തിൽ പ്രത്യേക പ്രവർത്തനങ്ങളിലും രഹസ്യ നയതന്ത്രത്തിലും ഏർപ്പെട്ടിരുന്ന റൂവൻ ഷിലോഹ് ആയിരുന്നു സംഘടനയുടെ ആദ്യ ഡയറക്ടർ. ബ്യൂറോക്രസിയുമായുള്ള സംഘർഷങ്ങൾ പുതിയ ഏജൻസിയെ അതിന്റെ ആദ്യ നാളുകളിൽ തടസ്സപ്പെടുത്തി. അതോടെയാണ് ഏജൻസി പ്രവർത്തനക്ഷമമാകാൻ 1 വർഷത്തിലേറെ സമയമെടുത്തത്. ലോകമെമ്പാടുമുള്ള അറബ് രാഷ്ട്രങ്ങളിലും സംഘടനകളിലും മൊസാദിന് ചാരന്മാരുണ്ട്. മുൻ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും പടിഞ്ഞാറൻ രാജ്യങ്ങളിലും UN-ലും മൊസാദ് ഏജന്റുമാർ സജീവമാണ്. അറബ് രാജ്യങ്ങളിൽ നിന്ന് പല നിർണായക വിവരങ്ങളും മൊസാദ് അവരുടെ ചാരന്മാരെ ഉപയോഗിച്ച് ചോർത്തിയെടുത്തിട്ടുണ്ട്. പിൽക്കാലത്ത് യുദ്ധത്തിലടക്കം അത് ഇസ്രയേലിന് വലിയ ഗുണമാണ് ചെയ്തത്. സിറിയൻ വ്യവസായിയായി വേഷമിട്ട് സിറിയൻ ഗവൺമെന്റിന്റെ ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് നുഴഞ്ഞു കയറിയ ഈജിപ്ഷ്യൻ വംശജനായ ജൂതൻ എലി കോഹനായിരുന്നു ഇവരിൽ ഏറ്റവും പ്രശസ്തൻ. മൊസാദിന്റെ ആസ്ഥാനം ടെൽ അവീവിലാണ്. 1980-കളുടെ അവസാനത്തിൽ മൊസാദിലെ ഉദ്യോഗസ്ഥർ 1500 മുതൽ 2000 വരെ ആളുകളായിരുന്നു എന്നാണ് കണക്കാക്കുന്നത്. നിലവിൽ ഏതാണ്ട് 7000-ഓളം ജീവനക്കാർ ഉണ്ടാകുമെന്നാണ് അനുമാനം. ഇസ്രയേലിന്റെ ശത്രുക്കൾക്കും വിദേശത്ത് താമസിക്കുന്ന മുൻ നാസി യുദ്ധ കുറ്റവാളികൾക്കുമെതിരെ മൊസാദും അതിന്റെ പ്രവർത്തകരും രഹസ്യ ഓപ്പറേഷനുകൾ നടത്തിയിട്ടുണ്ട്. യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, വടക്കേ ആഫ്രിക്ക എന്നിവിടങ്ങളിലെ പലസ്തീൻ നേതാക്കളുടെ നിരവധി കൊലപാതകങ്ങളുമായും മൊസാദിന് ബന്ധമുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.